ബ്ലോഗിലൂടെയായി ജീവിതവിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ദിയ കൃഷ്ണ. അടുത്തിടെയായിരുന്നു മകനായ ഓമിക്ക് 1 വയസ്സ് തികഞ്ഞത്. മലേഷ്യയിലായിരുന്നു പിറന്നാൾ ദിനത്തിൽ. സ്പെഷ്യൽ ദിനത്തിൽ യാത്ര പോവുന്ന പതിവ് ദിയയ്ക്കും അശ്വിനുമുണ്ട്. ദിവസങ്ങൾക്ക് ശേഷമായിട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ കൊടുക്കാനായി വീട്ടിലേക്ക് പോയപ്പോഴാണ് അവർ സർപ്രൈസ് പാർട്ടി ഒരുക്കുന്നതായി അറിഞ്ഞത്. എന്താണ് തീം എന്നൊന്നും അവർ പറഞ്ഞിരുന്നില്ല. ഇഷാനി കേക്കുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഓമിയെയും കൊണ്ട് ഗാർഡൻ മുഴുവനായും നടക്കുകയായിരുന്നു അച്ഛൻ. ഫ്രൂട്ട്സൊക്കെ ലൈവായി തന്നെ പറിച്ച് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛനും അമ്മയും അവന് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പാല് തീരെ താല്പര്യമില്ല. ഓമിക്ക് ഇടയ്ക്ക് ഞാൻ കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ കൈവച്ച് തട്ടിക്കളഞ്ഞു. പിറന്നാൾ ആഘോഷത്തിനിടയിലും അപ്പൂപ്പനൊപ്പമായിരുന്നു ഓമി. വേറെ ആരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല. പൂളിലേക്ക് പോയപ്പോഴാണ് അവൻ ആക്റ്റീവായത്. അടുത്ത വർഷം പൂൾ പാർട്ടി നടത്താമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പാമ്പേഴ്സ് മാറ്റാതെയായിരുന്നു പൂളിലേക്ക് ഇറക്കിയത്. അച്ഛാ, കാണുന്നവരെല്ലാം ഇതേക്കുറിച്ച് പറയുമെന്നായിരുന്നു ദിയുടെ കമന്റ്. ചെറിയൊരു ഗെറ്റ് ടുഗെദറാണ് നടന്നത്. അശ്വിനായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത്. അഹാനയെക്കുറിച്ചായിരുന്നു വ്ലോഗിന് താഴെയുള്ള ചർച്ചകൾ. എടി വസന്തേ, വന്നല്ലോ, ഒരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പൊങ്ങച്ചമൊക്കെ. നെഗറ്റീവ് കമന്റുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവരെല്ലാവരും. അശ്വിൻ്റെ വീട്ടുകാർക്ക് ഇതിലൊന്നും റോളില്ല. അവരെ വിളിക്കേണ്ടതായിരുന്നില്ലേ? സ്വന്തം വീട്ടുകാർ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അശ്വിൻ പങ്കെടുത്തത്? അപ്പച്ചിയെ കേക്ക് മുറിക്കാൻ വിളിച്ചില്ല, ഫാമിലി ഫോട്ടോയിലും കൂട്ടിയില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അശ്വിനെ പോലെയുള്ള മുടിയാണ് ഓമിക്ക് എന്ന് പറഞ്ഞു. അശ്വിൻ്റെ സ്ട്രെയിറ്റ് ബ്ലാക്ക് ആണെന്നും ഓമിയുടെ ബ്രൗൺ വേവി ഹെയർ ആണെന്നുമായിരുന്നു ദിയുടെ മറുപടി. നെഗറ്റീവുകളൊന്നും മൈൻഡാക്കേണ്ട, നല്ലത് ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും എല്ലാവരും എന്ന് പറയുന്നു. എല്ലാവരും നോക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ വൃത്തികെട്ട ചിലരുടെ വൃത്തികെട്ട മനോഭാവം എന്നായിരുന്നു ദിയുടെ മറുപടി. കൊച്ചിൻ്റെ അച്ഛൻ പാവം എന്ന് പറഞ്ഞ ആളോട് ശരിയാ പാവം, കൊച്ചിൻ്റെ അമ്മ അതിലും പാവമാ ക്യാമറയ്ക്ക് പിന്നിൽ എന്നായിരുന്നു ദിയ പറഞ്ഞത്.